ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് എത്തിയല്ലേ, അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ഒരു ഫാമിലി ട്രിപ്പൊക്കെ പോകാമെന്ന് വിചാരിച്ച് വയനാട്ടിലോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു സ്റ്റേ ഓവറും അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസും നല്ലൊരു ഫാമിലി മൊമെൻറ്റ്സൊക്കെ കിട്ടി. നല്ല അടിപൊളി ട്രിപ്പായിരുന്നേ. നമ്മളിവിടുന്ന് ഇറങ്ങി ഏട്ടനും ഫാമിലിയും കോഴിക്കോട് നിന്ന് നേരിട്ട് വയനാട്ടിലോട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മീറ്റ് ചെയ്യും. വസുബേബി എന്നത്തെയും പോലെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുക തോന്നുന്നു. ഇവൻ്റെ ഫസ്റ്റ് ട്രിപ്പൊന്നും അല്ല കേട്ടോ, ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. ഒരു വയനാടൻ ബ്ലോഗറാണ് കമി. ഹേ ഗൈസ്, ഇതാ നമ്മളെല്ലാരും കൂടെ ഇതാ വയനാട്ടിലേക്ക് പോവുകയാണ്. വടകര അല്ല കേട്ടാ. ആരൊക്കെ ഉണ്ട്? ഇതേ അളിയൻ അവിടെ ഉണ്ട്, ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്. ഹലോ, അതെ ഒരു ഫാമിലി ട്രിപ്പാണ്. മുന്നിൽ ഇതേ ഒരു വണ്ടിയും കൂടെ ഉണ്ട്. അതെ, അതില് പാരന്റ്സ്, ഇതിലെ യൂത്ത്. സോറി കിളവന്മാര്, ഞാൻ മാത്രം യൂത്ത്, ബാക്കിയൊക്കെ കിളവന്മാര്. ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് വ്ളോഗിനൊരു ഇൻട്രോ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. നെക്സ്റ്റ് അങ്ങനെ ഫുഡിങ്ങും നല്ല അടിപൊളി റൈഡൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഡെസ്റ്റിനേഷനിലെത്തി. കോഫി ഹൈറ്റ്സ് ആണ് റിസോർട്ടിൻ്റെ പേര്. നല്ല റിസോർട്ടാണ്. തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും എസ്റ്റേറ്റിൻ്റെ നടുവിലൊരു റിസോർട്ട്. നല്ല ആംബിയൻസ് ആണ്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ വയനാട് പോയതിൻ്റെ കേട്ട് ആ റിസോർട്ടിനെക്കാട്ടും ഇഷ്ടമായി. അതെ, കയറിയത് നമുക്ക് നല്ലൊരു ഓർഗാനിക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. അവിടെ തന്നെ ഉണ്ടായ പപ്പായ എന്ന് പറഞ്ഞു, പപ്പായ ജ്യൂസ് നന്നായിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല വിശാലമായ കിച്ചണൊക്കെ ഉണ്ടായിരുന്നു റിസോർട്ടിൽ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അതിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു അടിപൊളി പൂളും. ഈ ഒരു സിസ്റ്റേഴ്സ് ബോണ്ട് കാണാൻ ഒരു പ്രത്യേക ഒരു വൈബുണ്ട്, ഒരു രസമുണ്ട് കാണാൻ. വെള്ളം കണ്ട ആവേശത്തിലാകുമ്പോൾ ഒന്ന് ഇറങ്ങിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. അത് തന്നെ വെള്ളമായിക്കോട്ടെ. ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് വസുബേബി ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. കിടന്ന് കളിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. കുറേ നേരം ഇങ്ങനെ വണ്ടിയിലിരുന്നതല്ലേ. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ലോഡുകളെല്ലാം ഓരോന്നോരോന്നായി ഇറക്കി വെച്ച് നമ്മളിങ്ങനെ സെറ്റാവാൻ സ്റ്റാർട്ട് ചെയ്ത്. അമ്മമ്മയും മോനും നല്ല കഥ പറിച്ചില്ല, എങ്കിൽ ശരിയായിരുന്നു. അങ്ങനെ ടീംസ് പരദൂഷണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ക്യാമറയും കൊണ്ട് ചെല്ലുന്നത്. അവിടെ എല്ലാ സ്ഥലങ്ങളും ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പ്ലോർ എന്റെ ചെറിയൊരു ഫോട്ടോ വേണ്ടത്, അതിന് വേണ്ടി തപ്പിക്കൊണ്ട് ചേച്ചി അനിയത്തിയും തുടങ്ങി പിക്കാബു കളിക്കാൻ. ചേച്ചിയോട് പോയി ചേച്ചി ഇതാ പോകുന്നത്.
എല്ലാ റൂംസും അത്യാവശ്യം പ്രീമിയം സെറ്റപ്പ് തന്നെയാണ്. ഒരു ക്ലാസി ലുക്കൊക്കെ ഉണ്ട്. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത കപ്പിളിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്നതും ഇവരിവിടെ ലുഡോ സ്റ്റാർട്ട് ചെയ്തു, ലുഡോ കളിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ ഗെയിംസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല, ഒന്നും ക്ഷമ കിട്ടില്ല, അവിടെ ഞാൻ നിന്നില്ല. ഇങ്ങനെ പോവാണോ? എല്ലാവരും പൂളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനും അഭിപ്രായങ്ങൾ പറയാനൊക്കെ തുടങ്ങി. കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ പൂളിൽ മൊത്തം ഇറങ്ങി ചാടി. ബസ് ബേബിക്കും ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് തോന്നുന്നു. മാമൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാണ്. ഇവിടെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു പേടിയോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പുറത്തെ ഒരാൾ ഇപ്പം ചാടുന്നുള്ള രീതിയിൽ. ഇവിടെ ജലദോഷമൊക്കെ ഉള്ളതാണ്. ഞാനറിയില്ല. ഷവർ ക്യാപ്പൊക്കെ ഇട്ടേക്കുമ്പോൾ റെഡി, ഇന്നങ്ങ് സ്വിം ചെയ്താൽ മതി എന്ന രീതിയിലാണ്. അമ്മമ്മമാർ പേരക്കുട്ടികളൊക്കെ എടുത്ത് വെച്ച് ഇതാ ഒതുങ്ങി അവിടെ ഇരിക്കാമെന്നാണ് സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചത്. പിന്നെ അങ്ങോട്ട് വീഡിയോ ഇട്ടുപോയി. പിന്നെ എല്ലാവരും ഒരുപോലെയായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇവർക്ക് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. അതൊരു ഇൻബോണായിട്ട് കിട്ടിയ ഒരു എബിലിറ്റി, കഴിവാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഗെയ്സ്, നമ്മളെ ഡിന്നർ ഇവിടെ റെഡിയാണ്. അപ്പോഴേക്കൊക്കെ നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിറങ്ങിയിട്ടും ഇങ്ങനെ പുറത്തുകൂടെ ഓരോ നടന്നിട്ടൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡും നല്ല ഫുഡായിരുന്നു. നമ്മൾ പറയുന്ന പോലെയുള്ള മെനു, ഇന്ന ഫുഡ് ഇല്ല, നമ്മളെന്താണ് പറയുന്നത് അതിനനുസരിച്ച് റെഡിയാക്കി തരും. നല്ല ഫുഡായിരുന്നു. മന്ത്രമോൾ അവിടെ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് യമ്മിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കറി വേണ്ട, യമ്മിയാ, കറി വേണ്ട. ക്യാമ്പ് ഫയറിന് ഒരു സിംഗറിനെ നോക്കി നടക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക്. ഞങ്ങളെ കൂടെ തന്നെ ഒരു സിംഗർ ഉണ്ടായിരുന്നു, ഒരു പ്രൊഫഷണൽ സിംഗർ. ഇതറിഞ്ഞില്ല ഞാൻ.
സൂപ്പർ മൊമെൻറ്റ്സ് ഇനിയും വരാനുണ്ട് ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.